അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്യാസ് ക്രോമറ്റോഗ്രഫിയാണ്. ഗ്യാസ് ക്രോമറ്റോഗ്രഫി നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഗ്യാസ് ലിക്വിഡും ഉണ്ട്, ഗ്യാസ് സോളിഡും ഉണ്ട്. ഇതിലെന്താണ് മൊബൈൽ ഫേസ് ഗ്യാസ് ആയിരിക്കും. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇൻ ഗ്യാസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫി മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ഗ്യാസ് ആണ്, സ്റ്റേഷനറി ഫേസ് ലിക്വിഡാണ്. ഈ ലിക്വിഡ് എന്ന് പറയുന്നത് ഒരു ഇനേർട്ട് സോളിഡ് സപ്പോർട്ടിൻ്റെ മുകളിൽ മൊബിലൈസ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. ഈ ടെക്നിക്ക് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിഫറൻഷ്യൽ പാർട്ടീഷനിങ് ഓഫ് ദ കമ്പോണൻസ് ഓഫ് ദ സാമ്പിൾ ഇൻ ദ വേപ്പർ ഫേസ്. ഇവിടെ ഒരു ഡിഫറൻസ് ഉള്ളത് നേരത്തെ മൊബൈൽ ഫേസ് ആയിരുന്നു, ലിക്വിഡ് ഫേസ് ആയിരുന്നു മൊബൈൽ ഫേസ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഇവിടെ വേപ്പർ ഫേസ് ആണ് മൊബൈൽ ഫേസ് ആയിട്ടുള്ളത്, അതായത് ഗ്യാസ് ഫേസ്. അപ്പോൾ ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ മൊബൈൽ ഗ്യാസ് ഫേസ് ആൻഡ് സ്റ്റേഷനറി ലിക്വിഡ് ഫേസ്, അതാണ് ഇവിടെയുള്ള പ്രിൻസിപ്പിളിലുള്ള വ്യത്യാസം. അപ്പോൾ അവിടുന്ന് ഡിഫറൻഷ്യൽ മൈഗ്രേഷൻ നടന്ന് അതിൻ്റെ കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്യും. ഈ ലിക്വിഡ് ഫേസ് എന്ന് പറയുന്നത് ജനറലി നോൺ വോളറ്റൈൽ ഹൈ ബോയിലിംഗ് പോയിന്റ് ലിക്വിഡ് ആയിരിക്കും, ലൈക്ക് മീത്തൈൽ സിലിക്കോൺ അല്ലെങ്കിൽ പോളിത്തീൻ ഗ്ലൈക്കോൾ. ഇത് സപ്പോർട്ടഡ് ഓൺ സ്മോൾ പാർട്ടിക്കിൾസ് ഓഫ് ഇനേർട്ട് പോറസ് സോളിഡ് സബ്സ്റ്റൻസ് ലൈക്ക് ഡയറ്റമേഷ്യസ് എർത്ത്, ഗൈസൽഗുവർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽസ്. ഇറ്റ് ഈസ് കോട്ടഡ് ഓൺ കാപ്പിലറി വാൾ ഓഫ് കെമിക്കലി മോഡിഫൈഡ് ഗ്ലാസ് ഓർ ഫ്യൂസ്ഡ് സിലിക്ക ബീങ് കണ്ടെയ്ൻഡ് ഇൻ എ കോയിൽഡ് കോളം. ഏതർ കേസ് ഒന്നുമില്ലെങ്കിൽ കാപ്പിലറി കോളത്തിലായിരിക്കും അല്ലെങ്കിൽ കോയിൽഡ് കോളമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ആദ്യത്തെ കേസ് കാപ്പിലറി വാളിലാണെങ്കിൽ പാക്ക്ഡ് കോളം ആണെങ്കിൽ യൂഷ്വലി 1 to 10 meters ലോങ് ആയിരിക്കും, 2 to 6 millimeter ഇന്നർ ഡയാമീറ്റർ ആയിരിക്കും. ഇനി കാപ്പിലറി കോളമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ 15 to 100 meters ലോങ് ആയിരിക്കും, 0.1 to 0.53 millimeter ഇന്നർ ഡയമീറ്റർ ആയിരിക്കും. ഇവിടെ മൊബൈൽ ഫേസ് നമ്മൾ പറഞ്ഞു, കാരിയർ ഗ്യാസ് എന്നും പറയാനുണ്ട്. കാരണം എന്താണ്, മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത് ഈ കമ്പോണൻസ് അനലൈറ്റ്സിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകലാണ്. സാധാരണയായിട്ട് ഈ മൊബൈൽ ഫേസ് ആയിട്ട് നമ്മൾ കെമിക്കലി ഇനേർട്ട് ഗ്യാസ് സച്ച് ആസ് ഹീലിയം, ആർഗൺ, നൈട്രജൻ അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഈ കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ഡിറ്റക്ടർ ഉണ്ടാവും. അത് പുറത്തേക്ക് വരുമ്പോൾ സ്യൂട്ടബിൾ ഡിറ്റക്ടർ വെച്ചിട്ട് നമ്മൾ അതിനെ ഡിറ്റക്റ്റ് ചെയ്യും. അതിന് സിഗ്നൽസ് ഒരു റെക്കോർഡിംഗ് ഡിവൈസിലേക്ക് പോകും. അപ്പം നമ്മൾക്ക് ഓരോ കമ്പോണൻസിൻ്റെയും ഇൻറ്റൻസിറ്റി ഈസ് റെക്കോർഡഡ് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഓരോ കമ്പോണൻസിനെയും കണ്ടുപിടിക്കാനായിട്ട് പറ്റും ക്രോമറ്റോഗ്രഫിക് പീക്ക് വെച്ചിട്ട്. റിട്ടൻഷൻ ടൈം എന്ന് പറയുമ്പോൾ ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ സാമ്പിൾ ഇൻട്രൊഡക്ഷൻ ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ഡിഫറെൻറ്റ് പീക്സ്. ഇതിനെ നമ്മൾ റിട്ടൻഷൻ ടൈം നോക്കിയിട്ട് നമുക്ക് കമ്പോണൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പീക്ക് ഈ പീക്കിൻ്റെ റിട്ടൻഷൻ ടൈം വെച്ചിട്ട് നമുക്ക് ക്വാളിറ്റേറ്റീവ് ഐഡൻറ്റിഫിക്കേഷൻ ഏത് കമ്പോണൻ്റ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ പീക്ക് ഏരിയാസ് വെച്ചിട്ടാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് എത്ര ക്വാണ്ടിറ്റി ഉണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ഡിറ്റർമിനേഷനും ഹെൽപ്പ് ചെയ്യും. ഇനി അതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോലത്തെ ആ പേജ് നമ്പർ 64 ഫിഗർ 3.5 ഉണ്ട്, അതെല്ലാവരും പഠിച്ചു വയ്ക്കുക. കാരിയർ ഗ്യാസ് ടിപ്പിക്കലി ഒരു കെമിക്കൽ ഇനേർട്ട് ഗ്യാസ് ലൈക്ക് ഹീലിയം, നമ്മൾ നേരത്തെ പറഞ്ഞു, ആർഗൺ അല്ലെങ്കിൽ നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും ഉപയോഗിക്കുക. അത് ഈ സപ്ലൈ ടു ദ അപ്പാരറ്റസ് ഫ്രം എ പ്രഷറൈസ്ഡ് സിലിണ്ടർ, നല്ല ഹൈ പ്രഷറിലായിരിക്കും ഈ മൊബൈൽ ഫേസ് ഈ അപ്പാരറ്റസിനകത്തേക്ക് കൊടുക്കുക. ദ ഗ്യാസ് പാസ് ത്രൂ എ 2-stage പ്രഷർ റെഗുലേറ്റർ ഓർ ഫ്ലോ കൺട്രോളർ വിച്ച് കൺട്രോൾ ദ ഫ്ലോ റേറ്റ് ത്രൂ ദ അപ്പാരറ്റസ്. അപ്പം നമുക്ക് ഏത് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഏത് പ്രഷറിലാണ് ഈ മൊബൈൽ ഫേസ് പോകേണ്ടത് അത് സെറ്റ് ചെയ്യാനായിട്ടാണ് ഈ പ്രഷർ റെഗുലേറ്റർ ആൻഡ് ഫ്ലോ കൺട്രോളർ ഉപയോഗിക്കുന്നത്. അതിനുശേഷം എ സ്മോൾ എമൗണ്ട് ഓഫ് സാമ്പിൾ ഫ്യൂ microliter in the case of liquid, milliliter in the case of gas, ഇതായിരിക്കും നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ഈസ് റാപ്പിഡ്ലി ഇൻജെക്റ്റഡ് ബൈ മീൻസ് ഓഫ് എ സിറിഞ്ച് ഇൻ ടു ഹീറ്റഡ് ചേമ്പർ ത്രൂ എ പോട്ട് വിച്ച് കവേർഡ് ബൈ എ റബ്ബർ സെപ്റ്റം. റാപ്പിഡ്ലി ഇൻജെക്റ്റ് ചെയ്യാണ് ചെയ്യുക. മൈക്രോ സിറിഞ്ച് യൂസ് ചെയ്യും ലിക്വിഡ് ആണെങ്കിൽ, ഗ്യാസ്ട്രൈറ്റ് സിറിഞ്ച് അല്ലെങ്കിൽ ഉപയോഗിക്കും ഗ്യാസ് സാമ്പിളിംഗ് ആണെങ്കിൽ. ഫ്രം ഹിയർ നമ്മുടെ സാമ്പിൾ എന്താണ് ഡയറക്റ്റ്ലി വേപ്പർ സ്റ്റേറ്റിലേക്ക് പോവും ബൈ ദ കാരിയർ ഗ്യാസുമായി കമ്പൈൻ ചെയ്തിട്ട് വേപ്പർ സ്റ്റേറ്റിലെത്തും. ഈ കോളം ആണ് നമ്മുടെ മോസ്റ്റ് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. കോയിൽഡ് ട്യൂബിംഗ് ആയിരിക്കും, ഹീറ്റ് റെസിസ്റ്റൻറ്റ് മെറ്റീരിയലും ഉണ്ടായിരിക്കും ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, ലൈക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ, മോഡിഫൈഡ് ഗ്യാസ്, ഫ്യൂസ്ഡ് സിലിക്ക ഓർ ടെഫ്ലോൺ. അതുപോലെ തന്നെ ഡിസൈഡ് ഹൈ ബോയിലിംഗ് ലൈക്ക് മീഥൈൽ സിലിക്കോണാണ് സ്റ്റേഷനറി ഫേസ് ആയിട്ട് ഉപയോഗിക്കുക ഏതെങ്കിലും ഒരു സോളിഡ് സപ്പോർട്ടിൻ്റെ മുകളിൽ.
മൊബൈൽ ഫേസ് നമ്മൾ പറഞ്ഞു വേപ്പറൈസ്ഡ് സാമ്പിളുമായിട്ട് വരും. സെപ്പറേഷൻ ഓഫ് കമ്പോണൻസ് നടക്കും. അതിനകത്ത് ഡിഫറൻഷ്യൽ പാർട്ടീഷനിങ് കാരണം ബിറ്റ്വീൻ സ്റ്റേഷനറി ലിക്വിഡ് ഫേസ് ആൻഡ് കാരിയർ ഗ്യാസ്. അത് പ്രത്യേകം ഓർക്കണം. കമ്പോണൻസ് ഡിഫറൻഷ്യലി റിട്ടൈൻഡ് ഇൻ ദ സ്റ്റേഷനറി ഫേസ് റീച്ച് ദ കോളം ഔട്ട്ലെറ്റ്. ഡിഫറെൻറ്റ് ടൈംസിലായിരിക്കും ഓരോ കമ്പോണൻസും എത്തുക. അപ്പോൾ നമുക്ക് സെപ്പറേറ്റഡ് കമ്പോണൻസിനെ ഡിറ്റക്ടറിൽ എത്തിച്ച് കണ്ടുപിടിക്കാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ഡിറ്റക്ടർ നമ്മൾ മെയിൻലി 2 ടൈപ്പ് ഡിറ്റക്ടർ യൂസ് ചെയ്യാറുണ്ട്. തെർമൽ കണ്ടക്ടിവിറ്റി TCDയും ആൻഡ് ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടർ IFIDയും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വേറെ സെവറൽ കൈൻഡ് ഓഫ് ഡിറ്റക്ടേഴ്സും ഉണ്ട്. സം ഓഫ് ദ ചിലത് സർട്ടിൻ സ്പീഷീസിന് മാത്രം ഉപയോഗിക്കുന്നതാണ്. ചില സാമ്പിളിനെ ചില ഡിറ്റക്ടേഴ്സ് ഡിസ്ട്രോയ് ചെയ്യും. അതായത് ഈ ഫ്ലെയിം അയണൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടേക്ക് യൂസ് ചെയ്യുന്നത് ഹീറ്റും ഈ തെർമൽ കണ്ടക്ടിവിറ്റിയും അവിടെ ആകുമ്പോൾ ഇലക്ട്രിസിറ്റി, അങ്ങനെ പല ടൈപ്പിലാണ് ഈ ഡിറ്റക്ടേഴ്സ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ സാമ്പിളിനെ ഡിസ്ട്രോയ് ചെയ്യാത്ത തരത്തിലായിരിക്കണം ഓരോ സെപ്പറേഷനിലും അതിനനുസരിച്ചുള്ള ഡിറ്റക്ടേഴ്സിനെ വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. ഈ കോളം എപ്പോഴും കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക. ഈ കമ്പോണൻസിൻ്റെ ആ കമ്പോണൻസിൽ ലീസ്റ്റ് വോളറ്റൈൽ ആയിട്ടുള്ള കമ്പോണൻറ്റിനേക്കാളും ഹയർ ബോയിലിംഗ് പോയിൻ്റ് ആയിരിക്കണം. വിത്ത് ഹെൽപ്പ് ഓഫ് തെർമോസ്റ്റാറ്റ് ഹീറ്റർ വെച്ചിട്ട് കോളം എപ്പോഴും കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യും. സാമ്പിൾ ഇഞ്ചക്ഷൻ പോർട്ടും ഹയർ ടെമ്പറേച്ചറിലായിരിക്കും റാപ്പിഡ് വേപ്പറൈസേഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ട്. നമ്മുടെ ഓരോ കമ്പോണൻറ്റും കോളത്തിന് പുറത്തെത്തിക്കഴിഞ്ഞാൽ ഡിറ്റക്റ്റ് ചെയ്യും. ഡിറ്റക്ടറിന് റെസ്പോൺസ് റെക്കോർഡറിലേക്ക് പോവും. അവിടെ ഒരു സിഗ്നൽ ഇൻറ്റൻസിറ്റി ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. ഒരു കമ്പ്യൂട്ടർ അതിൻ്റെ അടുത്ത് ഇതായിട്ടുണ്ടാവും. അത് വെച്ചിട്ടാണ് ഈ ഗ്രാഫ് പ്ലോട്ടിങ് നടക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫിക്കൽ ചാർട്ട് വെച്ചിട്ട് നമുക്ക് കിട്ടാവുന്ന ഐഡിയാസ് എന്ന് പറയുന്നത്, ഒന്ന് നമ്പർ ഓഫ് പീക്സ് റിലേറ്റഡ് വിത്ത് ദ നമ്പർ ഓഫ് കമ്പോണൻസ്. എത്ര പീക്സ് ഉണ്ടോ അത്ര നമ്പർ ഓഫ് കമ്പോണൻസ് ഉണ്ടാവും. ഏരിയയുടെ ഓരോ പീക്കിൻ്റെ താഴെയുള്ള ഏരിയ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ റിലേറ്റീവ് കോൺസെൻട്രേഷൻ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ റിട്ടൻഷൻ ടൈം, നമ്മൾ നേരത്തെ റിട്ടൻഷൻ ടൈം പറഞ്ഞു, ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ദ സാമ്പിൾ ഇൻട്രൊഡക്ഷൻ ആൻഡ് റെക്കോർഡിങ്സ് ഓഫ് ഡിഫറെൻറ്റ് പീക്സ്, ഇത് കണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. അടുത്ത പേജ്, അതായത് 66-ൽ ഒരു സ്കെമാറ്റിക് ഡയഗ്രാം ഓഫ് GLC പീക്സ് കൊടുത്തിട്ടുണ്ട്. അന്ന് റിട്ടൻഷൻ ടൈമും പീക്ക് ഏരിയ ഒക്കെ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏരിയ അണ്ടർ ദ പീക്ക് ഈസ് ഈക്വൽ ടു പീക്ക് ഹൈറ്റ് ഇൻറ്റു പീക്ക് വിഡ്ത്ത് അറ്റ് ദ ഹാഫ് ഹൈറ്റ്. അങ്ങനെ നമ്മൾ ഏരിയ അണ്ടർ ദ പീക്ക് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് അവിടെ ഉണ്ട്. ഏരിയ അണ്ടർ ദ കമ്പോണൻറ്റ് പീക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ഇൻറ്റു 100 വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുക. പിന്നെ എന്താണ്, ഇതിനെ എന്താ പറയുക ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഈ GLC എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സെപ്പറേഷൻ ഓഫ് കോംപ്ലക്സ് ഓർഗാനിക്, ഓർഗാനോമെറ്റാലിക്, ബയോ കെമിക്കൽ സിസ്റ്റംസിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കമ്പോണൻസ് ഫ്രം ഗ്യാസ് ക്രോമറ്റോഗ്രാംസ് കൺഫേമിങ്. അതുപോലെ തന്നെ വേറൊരു ഇതെന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കമ്പോണൻറ്റ് ഇതിലുണ്ടോ ഇല്ലയോ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, നമ്മൾ ഡൗട്ടുള്ള സബ്സ്റ്റൻസ് ആദ്യം ഇതിൻ്റെ തനിയുള്ള പീക്ക് എടുക്കും. അതിന് ശേഷം നമ്മുടെ ഡൗട്ടുള്ള സബ്സ്റ്റൻസ് ഇതിലേക്ക് ഇത്തിരി ആഡ് ചെയ്യും. എന്നിട്ട് വീണ്ടും ഒരു പീക്ക് എടുക്കും. ഒരു പുതിയ പീക്കാണ് വരുന്നതെങ്കിൽ ആ കമ്പോണൻറ്റ് ഇല്ല എന്നർത്ഥം. ഉള്ള പീക്ക് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഈ സെയിം കമ്പോണൻറ്റ് ഉണ്ട് എന്നർത്ഥം. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് വരുന്നത് റിട്ടൻഷൻ ടൈം വെച്ചിട്ട് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്പീഷീസ് ആവും നമ്മൾ പറഞ്ഞതാണ്. പിന്നെ എക്സലൻറ്റ് മീൻസ് ഓഫ് കൺഫേമിങ് പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് കമ്പോണൻ്റ് അത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ GLCനെ IR സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ മാസ് സ്പെക്ട്രോസ്കോപ്പി, NMR സ്പെക്ട്രോസ്കോപ്പിയായി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ മോർ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. നെക്സ്റ്റ് നമ്മൾ ഡിഫറെൻറ്റ് ക്രോമറ്റോഗ്രാഫിക് ടെക്നിക്സിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. ആദ്യം കോളം ക്രോമറ്റോഗ്രാഫിയുടെ നോക്കാം. കോളം ക്രോമറ്റോഗ്രാഫി എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ലിക്വിഡ് സോളിഡ് അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫിയും ലിക്വിഡ് പാർട്ടീഷൻ ക്രോമറ്റോഗ്രാഫിയും.
ഇത് രണ്ടും കോളം വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രിപ്പറേറ്റീവ് ആൻഡ് അനലറ്റിക്കൽ ആപ്ലിക്കേഷന് നമ്മൾ ഉപയോഗിക്കാൻ പറ്റും. LLCക്കും LSCക്കും ലാർജ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും റാപ്പിഡ് സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷനിൽ. അതുപോലെ തന്നെ പവർഫുൾ ടെക്നിക് ഫോർ ദ സെപ്പറേഷൻ ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് കെമിക്കൽ സ്പീഷീസ്. പിന്നെ മിക്സ്ചർ, അതായത് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണെങ്കിൽ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ഡിറ്റർമിനേഷനും ഹെൽപ്പ് ചെയ്യും. ലിമിറ്റഡ് തെർമൽ സ്റ്റെബിലിറ്റി വെച്ചിട്ട് പോലും നമുക്ക് എന്താ പറയുക കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ LSCക്ക് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് സിലിക്ക ജെൽ, അലുമിന, സെല്ലുലോസ് ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് ലോ കോസ്റ്റാണ്. LSCയുടെ ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ സ്യൂട്ടബിൾ അഡ്സോർബൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചോയ്സും ലിമിറ്റഡ് ആയിരിക്കും അവിടെ. LLC എടുത്ത് നോക്കുകയാണെങ്കിൽ വൈഡ് വെറൈറ്റി ഓഫ് ലിക്വിഡ് കോമ്പിനേഷൻസ് നമ്മൾ യൂസ് ചെയ്യാം. Ideal for the separation of compounds ranging from small organic molecule to large polymer at trace അല്ലെങ്കിൽ മാക്രോ ലെവലിൽ പോലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഉണ്ടാവുന്ന ഒരു ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ എഫക്റ്റീവ്നെസ് ഓഫ് സെപ്പറേഷൻ ഡിപ്പെൻഡ് അപ്പോൺ കോളം എങ്ങനെയാണ്, ഹൗ വെൽ, എത്ര നല്ലോണം പാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൈനറ്റിക് പെർഫോമൻസ്, കോളത്തിൻ്റെ എഫിഷ്യൻസി. നോൺ യൂണിഫോം പാക്കിംഗ് ആണെങ്കിൽ അവിടെ സെപ്പറേഷൻ്റെ ഇതിലും ഡിഫറൻസ് ഉണ്ടാവും. Overloading columns with feed material can also called incomplete separation. Feed material get considerably diluted by flowing mobile phase. അപ്പോൾ അവിടെ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാക്ക് ചെയ്യണമെന്ന് പറഞ്ഞാലും ഈ പാക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഒന്നും വരാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഓരോ കോളത്തിനും ഓരോ എഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ നമ്മൾ ഈ പാക്കിംഗ് മെറ്റീരിയൽ അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടിക്കഴിഞ്ഞാലും അതിൻ്റെ സെപ്പറേഷനെ അത് എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ മൊബൈൽ ഫേസ് ഒരുപാട് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൈല്യൂട്ടായി പോകാനും ഫീഡ് മെറ്റീരിയൽ ഡൈല്യൂട്ടായി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡിമെറിറ്റ്സും മെറിറ്റ്സും പറഞ്ഞു. ഇനി അടുത്ത പ്ലാനാർ ക്രോമറ്റോഗ്രഫിയാണ്. അതിൽ വരുന്നത് പേപ്പർ ക്രോമറ്റോഗ്രഫി, തിൻ ലെയർ ക്രോമറ്റോഗ്രഫിയാണ്. ഇത് നമ്മുടെ LLC തന്നെയാണ്. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ സിംപ്ലിസിറ്റി, ഈസ് ഓഫ് പെർഫോമൻസ്, ഹൈ സെൻസിറ്റിവിറ്റി, ലോ കോസ്റ്റ്, ഹസിൽ ഫ്രീ ഓപ്പറേഷൻ, പിന്നെ എന്താണ് ഫീസിബിലിറ്റി ഓഫ് കോമ്പിനേഷൻ വിത്ത് അതർ ഫിസിയോ കെമിക്കൽ മെത്തേഡ്സ്, ഐഡിയൽ ചോയ്സ് ഫോർ ദി സെപ്പറേഷൻ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ട്രേസ് ഓഫ് മൈക്രോഗ്രാം ലെവലിലാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ TLCക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റർ സെപ്പറേഷനാണ്, ഗ്രേറ്റർ സെൻസിറ്റിവിറ്റി, സ്മോളർ സാമ്പിൾ റിക്വയർമെൻറ്റ്, അവൈലബിലിറ്റി ഓഫ് ഡൈവേഴ്സ് അറേ ഓഫ് അഡ്സോർബൻസ്, ഗ്രേറ്റർ റീപ്രൊഡ്യൂസിബിലിറ്റി, capability to withstand strong corrosive solvents, components and spraying reagents. പിന്നെ മോസ്റ്റ് അഡ്വാൻറ്റേജ് അത് എന്ന് പറയണത് ഒരു സിംഗിൾ TLC പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്പിൾ സാമ്പിൾസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അറ്റ് എ ടൈം. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് സാമ്പിൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ഫെർദർ ദേ ഈൽഡ് ലോവർ ക്വാണ്ടിറ്റേറ്റീവ് അക്യുറസി ആസ് വെൽ ആസ് പ്രിസിഷൻ. അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് അനലറ്റിക്കൽ വർക്കിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ ഓഫ് സ്പോട്ട് എന്ന് പറയുന്നത് വേറെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും മെത്തേഡ്സ് വഴി വേണം ചെയ്യാൻ. അടുത്തതെന്ന് പറഞ്ഞാൽ ഗ്യാസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫിയാണ്. അത് മോസ്റ്റ് പവർഫുള്ളാണ്, വൺ ഓഫ് ദ എന്ന് പറയുന്നത്. പിന്നെ സെപ്പറേഷൻ ഫാസ്റ്റർ ആണ്, മോർ എഫിഷ്യൻ്റ് ആണ്, ഗ്രേറ്റർ സെൻസിറ്റിവിറ്റി ഉണ്ട്. ഈവൻ വെരി മൈന്യൂട്ട് ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും മൈക്രോഗ്രാം ലെവലിലാണെങ്കിൽ പോലും നമുക്ക് ഇത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. സോഫിസ്റ്റിക്കേറ്റഡ് ഓട്ടോമേറ്റഡ് എക്യുപ്മെൻ്റ് ആണ്. ട്രബിൾ ഫ്രീ അൺഅറ്റൻഡഡ് GLC ഓപ്പറേഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് അക്യുറസി വളരെ കൂടുതലാണ്. റീപ്രൊഡ്യൂസബിൾ റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അതുപോലെ തന്നെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഓൺലി ഫ്യൂ കോമ്പൗണ്ട് ദാറ്റ് ആർ സഫിഷ്യൻ്റ്ലി വോളറ്റൈൽ ആൻഡ് തെർമലി സ്റ്റേബിൾ, അങ്ങനെയുള്ളതിനെ മാത്രമേ നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ. അപ്പോൾ നമ്മളിവിടെ 3 ടെക്നിക്സിൻ്റെയും എന്താ പറയുക ഡിമെറിറ്റ്സും മെറിറ്റ്സും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നേരത്തെ നമ്മൾ ഓരോ ക്രോമറ്റോഗ്രാഫിക് ടെക്നിക്സും പഠിച്ചു. അപ്പോൾ ഞാൻ വീണ്ടും പറയണം, അതിൻ്റെ എല്ലാം ആദ്യം ക്രോമറ്റോഗ്രാഫിക് ടെക്നിക്ക് പറയുക, പ്രിൻസിപ്പിൾ പറയുക, പ്രോസസ്സ് പറയുക, അതിൻ്റെ പിക്ചർ ഉണ്ടെങ്കിൽ അത് വരയ്ക്കുക, ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ എഴുതുക. ഇതെന്തായാലും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്.